Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Morning. ഫുഡൊക്കെ കഴിച്ച എല്ലാവർക്കും സുഖാണോ? ഓക്കേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത് HR ഓപ്പറേറ്റീവ് പ്ലാൻ. അത് തുടങ്ങി നമ്മൾ എടുക്കണ്ടേ, സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതിന് തൊട്ട് മുമ്പ് വരെയല്ലേ എടുത്ത് നിർത്തിയത്? ഓക്കെ, വായിച്ച് നോക്കുന്നുണ്ടോ നിങ്ങള്? നമുക്കറിയാം HR PG ബുദ്ധിമുട്ടുള്ള പോർഷൻ ആണ്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവുന്ന ബുദ്ധിമുട്ടുണ്ടല്ലേ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നിൽക്കുന്ന പോർഷൻസ് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബോക്സ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ സ്ക്രീൻ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. HR ഓപ്പറേറ്റീവ് പ്ലാൻ. ഫസ്റ്റ് വൺ കുറേ പ്ലാനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് പ്ലാൻ എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാൻ. ഓക്കെ, will show the number and the type of people required and when they are needed. Special plans to select right people and how they are to be dealt with via the റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ എത്ര ജീവനക്കാരെ, ഏത് തരത്തിലുള്ളവരെ എപ്പോൾ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാൻ ആണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ചിട്ട് എത്ര ജീവനക്കാരെ, അതിന്റെ എണ്ണം, എത്ര പീപ്പിൾ, ഓക്കെ, നമ്പർ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ്, എത്ര തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിലുള്ള പീപ്പിൾസിനെയാണ്, അതുപോലെ തന്നെ എപ്പോഴാണ് അല്ലെ. ഇപ്പൊ ഒരു ചിലപ്പോ എന്താണ്, ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ വേക്കൻസീസും ഫില്ലായിരിക്കും അല്ലെ. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, ചിലപ്പോ ചിലവരൊക്കെ റിസൈൻ ചെയ്ത് പോവാം, ചിലവർക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോ അല്ലെങ്കിൽ നല്ലൊരു സാലറി സ്കെയിൽ കിട്ടുമ്പോ നമ്മളുടെ ഇവിടെ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്കൊക്കെ പോവാ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജീവനക്കാരെ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ എത്ര ജീവനക്കാരെ വേണം, ഏതൊക്കെ ടൈപ്പിലുള്ള ജീവനക്കാരെ വേണം, അതുപോലെ തന്നെ എപ്പോൾ നിയമിക്കണം, ഓക്കെ, എപ്പോഴാണ് നിയമിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്ലാൻ ആണ് ഇത് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇത് ഡിപ്ലോയ്മെന്റ് പ്ലാൻ. ഓക്കെ, എന്താണ് ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാല്, will indicate the programs for transferring or retaining present employees for new jobs. അതായത് ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പുതിയ ജോലിയിലേക്ക് മാറ്റുകയോ വീണ്ടും പരിശീലിപ്പിക്കുകയോ ചെയ്യുന്ന പദ്ധതിയാണ് ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, നിലവിലുള്ള നമ്മുടെ ഇവിടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവനക്കാരെ പുതിയ ജോലിയിലേക്ക് മാറ്റുകയോ, പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. ആ എന്താണ്, നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അവരെ മാറ്റാൻ സാധ്യതയുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വാക്കൻസീസ് ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനായിട്ട് സാധ്യതയുണ്ട്, ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയോ. അപ്പോ അത്തരത്തില് നമ്മൾ പരിശീലനം കൊടുക്കണം. അവിടെ ഇപ്പൊ ജോലി ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർക്ക് ഇത്തിരി പരിശീലനങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്, പ്രാക്ടീസുകളോ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പരിശീലനങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പ്ലാനിനെയാണ് നമ്മുടെ ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാൻ പറഞ്ഞു, ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നോക്കാം റിഡൻഡൻസി പ്ലാൻ. എന്താണ് റിഡൻഡൻസി പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ will indicate who is redundant, when and where the plan for keeping where this is possible and the plans for golden handshake, retrenchment, lay off, etc. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ എന്താ പറയുന്നത്? റിഡൻഡൻസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ജീവനക്കാരെ തിരിച്ചറിയുകയും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? റിഡൻഡൻസി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്ത ജീവനക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പദ്ധതി. ചിലവര് സ്വമേധയാ വിരമിച്ചു പോവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ എന്താ പറയാ, ഒരു ഓർഗനൈസേഷനില് ഒരു നിങ്ങൾ വിചാരിക്കുക, അപ്പോ എന്താ പറയാ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറെ ജീവനക്കാരെ അവര് റിക്രൂട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അവർ വിലയിരുത്തും, അസസ് ചെയ്യും അല്ലെ, അവർ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അലസരാണോ, അങ്ങനെ നമ്മൾ കുറെ നാള് നമ്മളിപ്പോ 1-2 മാസമൊക്കെ നമ്മൾ വിലയിരുത്തും. ഓക്കെ, അവരുടെ പെർഫോമൻസിന്റെ ബേസിൽ ആരൊക്കെയാണ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത്? കുറെ പേര് ചിലപ്പോ എപ്പോഴും ആബ്സെന്റ് ആയിരിക്കാം, അതുപോലെ തന്നെ അലസരായി ജോലി ചെയ്യാം. ചിലവരിപ്പോ അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മാനേജ്മെന്റിനായാലും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ഒരു എന്താണ് ഒരു തടസ്സമാണ് അല്ലെ അങ്ങനെയുള്ളവര് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിരിച്ചുവിടാൻ നോക്കും അല്ലെ, പിരിച്ചുവിടും ഇല്ലേ? അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടാത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാത്ത ആളുകളെ നമ്മൾ അസസ്മെന്റ് നടത്തി, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അസസ്മെന്റ് നടത്തി വിലയിരുത്തി അവരെ നമ്മൾ എന്താണ് കൂട്ടമായിട്ട് ചില ഓർഗനൈസേഷനിൽ നിന്നൊക്കെ തിരിച്ചു വിടാറുണ്ട്. അത് അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഡൻഡൻസി പ്ലാൻ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ജീവനക്കാരെ നമ്മൾ നോക്കി തെരഞ്ഞെടുത്ത് തിരിച്ചറിഞ്ഞ് അവരെ നമ്മൾ പിരിച്ചുവിടാം. അല്ലെങ്കിൽ എന്താണ്, സ്വയം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ സ്വയം തന്നെ എന്താണ് പിരിഞ്ഞു പോവാറുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? മാനേജ്മെന്റ് കൂട്ടമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് അവരെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്ലാനിനെയാണ് നമ്മൾ റിഡൻഡൻസി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാൻ പറഞ്ഞു, ഡിപ്ലോയ്മെന്റ് പ്ലാൻ പറഞ്ഞു, റിഡൻഡൻസി പ്ലാൻ പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കി, 3 പ്ലാൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്താണ് ശ്രീലക്ഷ്മി? ഓക്കെ, റിഡൻഡൻസി പ്ലാൻ എന്ന് പറയണോ? ഓക്കെ, റിഡൻഡൻസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ജീവനക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ എന്താണ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാനാണ് റിഡൻഡൻസി പ്ലാൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത് അതിലേക്ക് എടുക്കുന്നുണ്ട് അല്ലെ, ജോലി ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 10 ജീവനക്കാരെ എടുത്തെന്ന് വിചാരിക്കാം. ഇനി അതില് അവരെന്ത് ചെയ്യും? മാനേജ്മെന്റ് എന്ത് ചെയ്യും?
ആ ജീവനക്കാരെ അസസ്മെന്റ് നടത്തും അല്ലെ, ഓരോ മന്ത് കഴിയും തോറും. അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എടുക്കുന്ന ഇപ്പോ എന്താ പറയാ ഓൺലൈൻ ക്ലാസ് ആണെന്ന് വിചാരിക്കാം, ഞങ്ങൾ എടുക്കുന്ന പോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു ഓൺലൈൻ ക്ലാസ്സിന്റെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്തു. മാനേജ്മെന്റ് എന്ത് ചെയ്യും? വിലയിരുത്തും ഓരോ കാര്യങ്ങൾ അല്ലെ. ക്ലാസ് എടുക്കുന്നത് നല്ലതാണോ, കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കും അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? കുട്ടികളുടെ അഭിപ്രായങ്ങൾ ഈ ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അത് വിലയിരുത്തി ആ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, ആ ടീച്ചറെ കൊണ്ട് ചിലപ്പോ പറ്റുമോ എന്ന് നോക്കും അല്ലെ. എങ്ങനെയാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ആ രീതിയിൽ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആ ടീച്ചർ ജസ്റ്റ് ഒന്നും കൂടി ചിലപ്പോ ഒരു മന്തും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തി. ഇനി ആ ടീച്ചറെ കൊണ്ട് പറ്റുന്നില്ല, പിന്നെയും കുട്ടികളിൽ നിന്ന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിരിച്ചുവിടും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? അതാണ് റിഡൻഡൻസി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ ശ്രീലക്ഷ്മി? ഞങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. ഓക്കെ, മൂന്ന് പ്ലാനും ഓക്കെ ആണോ നിങ്ങൾക്ക്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഓക്കെ, നെക്സ്റ്റ് ആണ് ട്രെയിനിങ് പ്ലാൻ. നോക്കാം. Will indicate the number of trainees and trainees needed and the performance for recruiting for or planning the present staff requiring training or retraining, the new courses to be developed for changes to be affected in existing courses. അതായത് ട്രെയിനിങ് പ്ലാൻ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഓക്കെ, ട്രെയിനിങ്സ് അല്ലെങ്കിൽ അപ്രന്റീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഓക്കെ, എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? പരിശീലനം കൊടുക്കുന്നത് അല്ലെ, ട്രെയിനിങ് കൊടുക്കുക അല്ലെ, പരിശീലനം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് നമ്മൾ പരിശീലനം കൊടുക്കണം? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നമ്പർ ഓഫ് ട്രെയിനീസ്. പുതിയതായിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ട്രെയിനീസ് ആണ് അല്ലെ, നമുക്ക് ജോലിയൊന്നും അറിയില്ല. നമ്മള് കുറെ തിയറീസ്, ഇപ്പൊ നിങ്ങളായാലും കുറെ തിയറീസ്, എക്സാമിന്റെ തിയറീസ് ആണ് പഠിച്ചിട്ട് ഒരു ജോലിക്ക് കയറുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ആദ്യമായിട്ടൊരു ഓർഗനൈസേഷനിൽ ജോലിക്ക് ചേരുമ്പോ എന്താണ്, നമ്മള് എല്ലാവരും ട്രെയിനീസ് ആണ് ഇല്ലേ? നമ്മൾ പഠിച്ച് ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അല്ലെ, പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാംസിലൂടെയൊക്കെ ട്രെയിനിങ്സുകൾ നമുക്ക് തന്നാണ് നമ്മൾ അതില് എക്സ്പേർട്ടുകളാകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ട്രെയിനിങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേരുണ്ടോ അവർക്ക് എത്ര പേർക്കാണോ പരിശീലനം കൊടുക്കേണ്ടത്, എത്ര ട്രെയിനീസ് വന്നിട്ടുണ്ട് ആ ട്രെയിനീസ്, നമ്പർ ഓഫ് ട്രെയിനീസ്, അവരുടെ എത്ര പേരാണോ ട്രെയിനീസ് ആയിട്ടുള്ളത് അവരുടെ എണ്ണം, അതുപോലെ തന്നെ എന്ത് പരിശീലനം നൽകണം, അവർ എന്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ആ തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് അവർക്ക് നൽകേണ്ടത് ഇല്ലേ? ഇപ്പൊ എന്താ പറയാ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് 5 പേരെ തെരഞ്ഞെടുത്തതെങ്കിൽ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്തതെങ്കിൽ അവർക്ക് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെയോ കാര്യങ്ങളാണോ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മള്? അല്ല, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ വേണം അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടല്ലേ. ഓക്കെ, ഇപ്പൊ എന്ത് പരിശീലനം നൽകണം? പുതിയ കോഴ്സുകൾ ആരംഭിക്കാനോ നമ്മൾ തീരുമാനമെടുക്കുന്ന തീയതി. അപ്പൊ ട്രെയിനിങ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കാണോ ട്രെയിനിങ് നൽകേണ്ടത്, അതുപോലെ തന്നെ എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ആണ് എന്ത്? ട്രെയിനിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ. എന്താണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാല് വിൽ ഇൻഡിക്കേറ്റ് റീസൺസ് ഫോർ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ഓർ decreasing the employee cost through work simplification studies, mechanization, efficiency bargaining, incentive and profit sharing scheme, job redesign, etc. അപ്പൊ എന്താണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാരുടെ ജോലി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടും ചെലവ് കുറയ്ക്കാനും സ്വീകരിക്കുന്ന നടപടികളുടെ പദ്ധതി അല്ലെങ്കിൽ പ്ലാനിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് എന്താണ് കൂടുതൽ പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിംഗിലേക്ക് എത്തിച്ചാലാണ് മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്താ ഇപ്പോ ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഒരു മാസം ഇത്രയും പ്രൊഡക്ഷൻ നമ്മൾ നടത്തണം, ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ടാർഗറ്റ് ഉണ്ടാവും ഓരോ ഓർഗനൈസേഷനും. ഇപ്പൊ സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ സോപ്പ് ഒരാഴ്ച ഇത്രയും സോപ്പാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത്, നിർമ്മിക്കേണ്ടത് എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ എന്താ എല്ലാവരും അലസരായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൂടുതൽ സോപ്പ് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ലോസ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. സോപ്പ് ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോയാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലേ. അപ്പൊ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഒരു ദിവസം എത്രയാണോ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും നമ്മൾ സോപ്പ് ഉണ്ടാക്കി ഒരാഴ്ച കഴിയുമ്പോൾ അത് മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി സെയിൽസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ കാര്യക്ഷമത, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ എങ്ങനെ ചെയ്യേണ്ടത്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ ചെലവ് കൂടുതലാക്കി അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂട്ടിക്കൊണ്ടാണോ പ്രൊഡക്ഷൻ നടത്തേണ്ടത്? ആണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവോ? പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, ചെലവ് കൂടിയ പ്രൊഡക്ഷൻ ആണെങ്കിൽ എന്താണ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമുക്ക് കൂടുതൽ ചെലവ്, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയും വേണം, ചെലവ് കൂടുതൽ, എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ചെലവ് കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അതും കൂടി അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് അവര്. ഓക്കെ, നെക്സ്റ്റ് ആണ് റിറ്റൻഷൻ പ്ലാൻ. അതായത് എന്താണ് വിൽ ഇൻഡിക്കേറ്റ് റീസൺ ഫോർ എംപ്ലോയി ടേൺ ഓവർ ആൻഡ് show method to avoid wastage through compensation policies, changes in working requirement and improvement in working conditions. റിറ്റൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനക്കാരൻ ജോലി വിട്ടു പോവുകയാണെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരെ നിലനിർത്തിക്കൊണ്ടു പോവാ അല്ലെ. ഈ റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരെ നിലനിർത്തിക്കൊണ്ട് പോവാ. ഓരോ ജീവനക്കാരും നമ്മുടെ ജോലി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുതിയതായിട്ട് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വെറുതെ എടുക്കാൻ പറ്റില്ല, അതിന് കുറെ നമ്മൾ എന്ത് ചെലവാക്കേണ്ടി വരുന്നുണ്ട്, കോസ്റ്റ് ആവുന്നുണ്ട് അല്ലെ, എക്സ്പെൻസസ് അല്ലെ ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ നിലനിർത്തിക്കൊണ്ട് പോകണം. ഓക്കെ, അപ്പൊ ജീവനക്കാരെ ജോലി വിട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് എന്താ കൊടുക്കേണ്ടത്? എന്ത് കൊടുക്കണം? നിങ്ങൾ ഒരു ജോലിയിൽ കയറി, നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു വർക്കർ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ജോലി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് നഷ്ടമായിരിക്കും. അപ്പൊ നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് അവർ എന്താ തരാം? എന്ത് തരും നിങ്ങൾക്ക്? കോമ്പൻസേഷൻ അല്ലെ, സാലറി നമുക്ക് കൂട്ടിത്തരാന്ന് പറയോ അല്ലെ, ഇല്ലേ? ഇപ്പൊ തരുന്നതിനെക്കാട്ടിയും കൂടുതൽ സാലറി, ബോണസ്, അത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് തരാന്ന് പറയും ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിൽക്കും അല്ലെ. നമ്മൾ എന്തും സഹിച്ചും അവിടെ നിൽക്കും അല്ലെ. നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിലനിന്ന് പോകും അല്ലെ. അതുപോലെ തന്നെയാണ് ജീവനക്കാര് ജോലി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ശമ്പളം അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് സൗകര്യങ്ങൾ, ഇപ്പോ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ജോലി സൗകര്യം അല്ലെ, ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ജോലിയിൽ നിലനിന്ന് പോവാനായിട്ട് ഓരോ ജീവനക്കാരും ശ്രമിക്കും അല്ലെ. അത്തരത്തിലുള്ള ഒരു പ്ലാൻ ആണ് എന്താ റിറ്റൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം.
Next ആണ് control points. നോക്കാം. The entire manpower plan is under the close monitoring from the time to time. Control points be set up to find out the shortage periodic updating of a manpower inventory in the light of changing circumstances be undertaken to remove shortage and develop future plans. Okay, എന്താണ് കൺട്രോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് പദ്ധതികള് ശരിയായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംവിധാനമാണ് കൺട്രോൾ പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. ഇത് തയ്യാറാക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ അത് നടപ്പിലാക്കുന്നുണ്ടോ, അത് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് അത്യാവശ്യമാണ് അല്ലേ? കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് ഇടയ്ക്കിടെ പരിശോധിക്കുകയും നമുക്ക് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പദ്ധതികള് ശരിയായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംവിധാനമാണ് കൺട്രോൾ പോയിന്റ്സ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഇതില് വരുന്നത്. നമ്മൾ പഠിച്ചത് എന്തിലാ? HR ഓപ്പറേറ്റീവ് പ്ലാൻസ്. ഓക്കെ, വായിച്ചു നോക്കിയേ. അയച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ HR planning as it is one of the vital factor influencing the success of an organization. The plans are usually formulated by the human resource department in discussions with the other department. The human resource department offer discussion, counsel and advice to various divisional heads and coordinate the
various HR estimator from time to time. Professor Gassler outlined the responsibility of human resource department in respect of HR planning as. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രധാന ഉത്തരവാദിത്വം ഉയർന്ന തലത്തിലുള്ള മാനേജർക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനാണ്. അതായത് ഉയർന്ന തലത്തിലുള്ള മാനേജേഴ്സിനാണ് ഇത് ഉത്തരവാദിത്തം ഉള്ളത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് വകുപ്പ് മറ്റു വകുപ്പുകളുമായിട്ട് ചേർന്ന് HR പദ്ധതികൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ ഇത്രയും നല്ല രീതിയിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാൻസുകൾ തയ്യാറാക്കാൻ പറ്റില്ല. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങളും അല്ലെ, അവര് നമുക്ക് പറഞ്ഞു തരാനുള്ള ഓരോ അഡ്വൈസുകളായാലും ഓരോ ഡിസിഷൻസ് ആയാലും, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പദ്ധതികൾ HR ഹ്യൂമൻ റിസോഴ്സ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ജീവനക്കാരുടെ ആവശ്യങ്ങള് സമയാസമയം വിലയിരുത്തി അതനുസരിച്ചുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. ഓക്കെ, അവരുടെ ആവശ്യങ്ങള് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആവശ്യങ്ങള് വിലയിരുത്തിയിട്ടാണ് നമ്മൾ ടൈം ടു ടൈം നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അതനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്ലാനുകള് തയ്യാറാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് വകുപ്പിന്റെ ഉത്തരവാദിത്തങ്ങള് പ്രൊഫസർ ഗേസ്ലർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിവരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, ഓരോരോ പോയിന്റ് 4 പോയിന്റ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. Helps and the council operating managers to plan and set objectives. അതായത് എന്താണ്? മാനേജർമാർക്ക് പദ്ധതികൾ തയ്യാറാക്കാനും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും സഹായവും ഉപദേശവും നൽകുന്നു അല്ലെ. ചാർട്ട് പ്ലാനിങ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? ഹെൽപ്പ് ആൻഡ് കൗൺസിൽ ഓപ്പറേറ്റിംഗ് മാനേജേഴ്സ് ടു പ്ലാൻ ആൻഡ് സെറ്റ് ഒബ്ജക്റ്റീവ്സ്. അതായത് എന്താണ് അവിടെ പറയുന്നത്? മാനേജേഴ്സിന് പദ്ധതികൾ തയ്യാറാക്കാനായിട്ടും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും സഹായവും ഉപദേശവും നൽകുക. ഇനി എന്താ നെക്സ്റ്റ് പറയുന്നത്? Collect and summarize manpower data, keeping long-run aims and board organizational interest in mind. അതായത് എന്താണ്? സ്ഥാപനത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ലോങ് ടേം ലക്ഷ്യങ്ങൾ. നമുക്കറിയാം ഒരു സ്ഥാപനം ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കുറച്ച് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള എയിം ആണോ നമ്മൾ എടുക്കുക? ഇല്ല, ലോങ് ടൈമിലേക്കുള്ള എയിം ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ദീർഘകാല ലക്ഷ്യങ്ങള് എന്താണെന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും അത് ചുരുക്കി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഒരു സ്ഥാപനത്തിന് ലോങ് ടൈം ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ലോങ് ടൈം ഗോളുകളാണ് ഓരോ സ്ഥാപനങ്ങളും ബിൽഡപ്പ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ദീർഘകാലമായിട്ടുള്ള എയിംസുകള് നമ്മള് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും അത് നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ അതനുസരിച്ച് അത് ചുരുക്കി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇനി എന്താ? Observe and measure performance against the plan and keep top management informed about it. ഇതാണ് അവിടെ പറയുന്നത്. പദ്ധതി പ്രകാരം ജോലി നടക്കുന്നതാണോ എന്ന് പരിശോധിച്ച് വിലയിരുത്തുകയും അതിന്റെ വിവരങ്ങള് ഉന്നത മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്ലാൻ പ്രകാരം ജോലി നടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വിലയിരുത്തി അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്തുകൊണ്ട് ടോപ്പ് മാനേജ്മെന്റിന് അല്ലെ, ഉന്നത മാനേജ്മെന്റിനെ അറിയിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് എന്താണ്?
provide a proper research base for productive manpower and organizational planning. അതായത് ജീവനക്കാരുടെയും സ്ഥാപനത്തിന്റെയും മികച്ച പ്ലാനുകൾ തയ്യാറാക്കാൻ ആവശ്യമായ ഗവേഷണങ്ങള് റിസർച്ച് വിവരങ്ങളും അടിസ്ഥാനവും നൽകുന്നു. ഓക്കെ, നമ്മൾ റിസർച്ചുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ ജീവനക്കാരുടെയും സ്ഥാപനത്തിന്റെയും മികച്ച പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല റിസർച്ചിലൂടെയൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, 4 കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയ റെസ്പോൺസിബിലിറ്റി. വായിച്ചു കഴിഞ്ഞവര് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Okay. Problems നോക്കാം നമുക്ക്. Okay. Problems in human resource planning process. എന്തൊക്കെയാണ്? The main problems in the process of HR planning are as follows. First one നോക്കാം. Inaccuracy. HR planning is entirely dependent on the HR predicting and the supply, which cannot be a 100% correct process. അതായത് inaccuracy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൃത്യത കുറവാണ് അല്ലെ, അക്യുറേറ്റ് അല്ലാത്തൊരവസ്ഥ അല്ലെ, കൃത്യത ഇല്ലായ്മ. അപ്പൊ അവിടെ പറയുന്നത് ജീവനക്കാരുടെ ആവശ്യം കൃത്യമായി മുൻകൂട്ടി കണക്കാക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. HR പ്ലാനിങ് പ്രോസസ്സ് അത്തരത്തിലുള്ള പ്ലാനിങ് നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യകതകൾ നീഡ്സ് അനുസരിച്ചിട്ട് വേണം പ്ലാനുകൾ തയ്യാറാക്കാൻ അല്ലെ.
പക്ഷെ നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് എന്താണ് ഈ എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതനുസരിച്ച് നമുക്ക് പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കാനില്ല. അതൊരു പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എംപ്ലോയി റെസിസ്റ്റൻസ്. ഓക്കെ, ജീവനക്കാരുടെ എതിർപ്പ്. Employee and their unions feel that by HRP their workload increases so that resist the process. അതായത് എന്താണ്, ജീവനക്കാരുടെ എതിർപ്പാണ് അടുത്ത പ്രോബ്ലം ആയിട്ട് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുതിയ HR പദ്ധതികൾ കാരണം ജോലി ഭാരം കൂടുമെന്ന് കരുതി ജീവനക്കാരെ എതിർക്കും. ഇല്ലേ? ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ഓൾറെഡി നമുക്ക് HRM, HE അങ്ങനെ പല കോഴ്സുകളും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പുതിയൊരു കോഴ്സും കൂടി മാനേജ്മെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കും എന്താണ്, അപ്പോ ഞങ്ങള് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ഇല്ലേ? പുതിയതായിട്ടുള്ള കോഴ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാരമായിട്ട് ഞങ്ങൾ കണക്കാക്കും. ഇല്ലേ? ഞങ്ങളത് പഠിക്കേണ്ടതായിട്ട് വരും, ഞങ്ങളത് പഠിപ്പിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഓർക്കും അല്ലെ? അപ്പൊ എന്താണ്, ഞങ്ങളത് വേണ്ടാന്ന് പറയാറുണ്ട് അല്ലെ? പറയും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ രീതിയിലുള്ള എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഓർഗനൈസേഷനില് അവർ ജോലി ചെയ്യുന്ന രീതിയിൽ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് ഒരു പദ്ധതി, പുതിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോ ജീവനക്കാർ എന്ത് പറയും? അതിനെ എതിർക്കും. കാരണം എന്താണ്, അവർ ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട്. അതിനോട് കൂടിയിട്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതും അവർ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതും എന്താണ്, ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അൺസർട്ടനിറ്റീസ്. എന്താണ്? അനിശ്ചിതത്വം. Labor absenteeism, labor turnover, seasonal employment, technological changes, and the market variations are the uncertainties which the HRP process might have to face. അതായത് എന്താണ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാല്? അനിശ്ചിതത്വം. അതായത് എന്താണ്, തൊഴിലാളികളുടെ എന്താണ് ആബ്സെന്റിസം, അവര് ആബ്സെന്റ് ആകുന്നത്, അതുപോലെ അവരുടെ കുഴിഞ്ഞു പോക്ക് അല്ലെ? അതുപോലെ തന്നെ എന്താണ് സീസണൽ എംപ്ലോയ്മെന്റ്, സീസണൽ ആയിട്ടുള്ള തൊഴിലുകള്, അതുപോലെ വിപണിയിലെ എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് വരും, മാർക്കറ്റ് വാരിയേഷൻസ് വരാറുണ്ട്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാരണം HR പ്ലാനിങ്ങിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളിപ്പോ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ഭാവിയില് നമ്മള് എന്താണ് ഇന്ന കാര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്നത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കുക. അപ്പൊ ഭാവിയിലേക്ക് ചിലപ്പോ എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇല്ലേ? അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ഇത്ര പേര് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്ര പേര് ഉണ്ടാകും, അവരുടെ രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും പ്ലാനുകൾ തയ്യാറാക്കുക. അപ്പൊ എന്താ, ലേബർ ആബ്സൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ, കൊഴിഞ്ഞുപോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അതൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കും അല്ലെ? അവരെ നമ്മള് കണ്ടുകൊണ്ടാണ്, മുൻകൂട്ടി കണ്ട് ഇവരുണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അത്തരത്തിലുള്ള എംപ്ലോയീസ് എന്താണ്, കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലോ ആബ്സെന്റ് ആയി കഴിഞ്ഞാലോ അതൊരു ബുദ്ധിമുട്ടിലേക്ക് മാറും. ഓക്കെ ആണോ? അൺസർട്ടനിറ്റി. നെക്സ്റ്റ് പറയുന്നത് ഇൻഎഫിഷ്യന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് എന്താണ്, വിവരങ്ങളുടെ കുറവ്. നോക്കാം. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് is not much strong. In the absence of dependable data, it is not possible to develop effective HRP. അതായത് ഇവിടെ പറയുന്നത് ഈ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലെങ്കിൽ നല്ലൊരു HR പ്ലാനിങ് നടത്താനായിട്ട് കഴിയില്ല. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ, ഓക്കെ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. അതെങ്ങനെയും എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലെ? എല്ലാ ഓർഗനൈസേഷനും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിട്ട് പ്ലാനുകൾ ചെയ്ത് വെക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ പ്ലാനിങ് നടത്താൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പ്ലാനിങ് നടത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻ ആക്യുറസി പറഞ്ഞു, എംപ്ലോയി റെസിസ്റ്റൻസ് പറഞ്ഞു, അൺസർട്ടിനിറ്റീസ് പറഞ്ഞു, ഇൻഎഫിഷ്യന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഒരു പോയിന്റ് കൂടി ഉള്ളൂ. ടൈം ആൻഡ് എക്സ്പെൻസ്. ഓക്കെ, പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ടൈം ആൻഡ് എക്സ്പെൻസ് എന്താണ്? HRP ഈസ് ടൈം consuming and expensive exercise, so industries avoid it. എന്താണ് ടൈം ആൻഡ് എക്സ്പെൻസസ്? ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കാം? സമയവും ചിലവും അല്ലെ? ഓക്കെ, അപ്പൊ HR പ്ലാനിങ്ങിൽ കൂടുതൽ സമയവും പണവും ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? നമ്മൾ പ്ലാനിങ് നടത്തുമ്പോ എന്താണ്, പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്തത് തീർക്കാൻ പറ്റുമോ? ഓരോരോ ഘട്ടങ്ങൾ നോക്കി, ഓരോരോ ഡാറ്റാസ് നോക്കി, കൃത്യമായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടോ അല്ലെ? അതൊക്കെ നമ്മൾ വിലയിരുത്തി അസസ്മെന്റ് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട്, ഇല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഒരു യാത്ര പോകുന്നു. ഓക്കെ, ഇപ്പൊ യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അല്ലെ? എന്തൊക്കെയാ നിങ്ങൾ ചെയ്യാറ്? ഒരു ട്രിപ്പ് പോകുമ്പോ നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഒന്നും ചെയ്യാറില്ല. ഇല്ല, ഒന്നും ചെയ്യാറില്ല. പ്ലാൻ ചെയ്യും. എന്തൊക്കെ പ്ലാനുകളാണ് ചെയ്യാറ്? എന്തൊക്കെയാ ചെയ്യാറ്? നോക്കും, ടൈം ഷെഡ്യൂൾ ചെയ്യും. പിന്നെ എവിടെയൊക്കെ പോകണമെന്ന് നോക്കും. സ്റ്റേ ചെയ്യുന്ന സ്ഥലം, ഹോട്ടൽ, ഇതൊക്കെ നമ്മൾ നോക്കില്ലേ? പിന്നെ പിന്നെന്താ നോക്കാം? എത്ര ഡേയ്സ് സ്റ്റേ ചെയ്യുന്നുള്ളത് നോക്കും. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കും അല്ലെ? ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കില്ലേ നിങ്ങള്? നമ്മള് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഡ്രസ്സ്, ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് അല്ലെ? എത്ര ഡ്രസ്സ് എടുത്ത് വെക്കാം അല്ലെ? ഏതൊക്കെ ഡ്രസ്സ് ഇടണം? ട്രിപ്പ് പോകുമ്പോ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട് ഇല്ലേ? ഞാൻ ഏത് ഡ്രസ്സ് ഇടും അല്ലെ? നമുക്കൊന്ന് എല്ലാവരും കൂടി ഷോ ചെയ്യണം അല്ലെ? ഓക്കെ, പാക്കിംഗ്. അത് തന്നെ, പാക്കിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ എന്താണ്, ടൈം എടുക്കോ? നിങ്ങൾക്ക് ടൈം എടുക്കാറുണ്ടോ? ഒരു ട്രിപ്പ് പോകുമ്പോ നമ്മൾ പ്ലാനിങ് നടത്തുമ്പോ എടുക്കാറുണ്ട് ഇല്ലേ? ഡ്രസ്സ് വാങ്ങിക്കണം. ഡ്രസ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കടയിൽ പോയി വാങ്ങിക്കാം. അതിനുള്ള ക്യാഷ് തയ്യാറാക്കുക. ട്രാൻസ്പോർട്ടേഷൻ നോക്കും. നമ്മൾ നിൽക്കാനായിട്ടുള്ള, സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഹോട്ടല് കാര്യങ്ങള്, ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലെ? അപ്പൊ എന്താണ്, ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ? ഇല്ല, നമ്മളത് പ്ലാൻ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, HR പ്ലാനിങ്ങിൽ കൂടുതൽ സമയവും അതുപോലെ തന്നെ പണവും അല്ലെ? ട്രിപ്പ് പോകുമ്പോ എന്താ, അതനുസരിച്ച് പണം അല്ലെ ചെലവാകും അല്ലെ? എന്താ, ഫുഡ് നമ്മൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫുഡിനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. വണ്ടി വാടക, അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലില് വാടക, ഇതൊക്കെ കൊടുത്തു വരുമ്പോ 10,000-10,000 രൂപയൊക്കെ ആയിട്ട് വരാം അല്ലെ ഒരാൾക്ക് അല്ലെ? അതൊക്കെ ആവാം. ഫുഡിന്റെ കാര്യങ്ങൾ ഒരു 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുമ്പോ ഒക്കെ അങ്ങനെ ആവാറുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ്, ചെലവ് കൂടുതലാവാം, എക്സ്പെൻസസ് ആണ്, ടൈം എടുക്കും ഇല്ലേ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പ്രോബ്ലംസിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ?
അതുപോലെ തന്നെ അവിടെ HRIS എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം പറഞ്ഞു തരാം. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ജീവനക്കാരുടെ എന്താണ് അത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാരുടെ ഡാറ്റ സംഭരിക്കാനും കൈകാര്യം ചെയ്യാനും ഓട്ടോമാറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഓക്കെ, ജീവനക്കാരുടെ ഡാറ്റ സംഭരിക്കാനും കൈകാര്യം ചെയ്യാനും ഓട്ടോമാറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ് HRIS. അതായത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ, ഇംഗ്ലീഷിൽ പറഞ്ഞു തരാം മിസ്. ഓക്കെ, HRIS ഒരു ഹൈഫൺ ഇടാം, അതിന്റെ ഫുൾ ഫോം ഇടാം, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. എഴുതിയോ? അത് ഫുൾ ഫോം എഴുതിയോ? ഓക്കെ, പറയാം. Is a software platform. Is a software platform used to store used to store, comma, manage, comma, manage, and automate employee data store, comma, manage and automate employee data. ഒന്നുകൂടി വായിക്കാം മിസ്. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് എ software platform used to store, manage and automate employee data. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വിട്ടുപോയതുണ്ടോ, കിട്ടാത്തതുണ്ടോ? എന്തെങ്കിലും മിസ് ഒന്നും കൂടി പറയാം. ശ്രീലക്ഷ്മി ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, പ്രോബ്ലംസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഒരു പോർഷനും കൂടി ഉള്ളു നമുക്ക് ഗൈഡ് ലൈൻസ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഗൈഡ് ലൈൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പോയിന്റ്സ് ഉള്ളൂ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ടൈം ആവും, അതുകൊണ്ടാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഗൈഡ് ലൈൻസ് ഒന്ന് വായിച്ചിട്ട് വരാൻ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്നെടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ. എന്തൊക്കെയാണ് നമ്മൾ ഇന്നെടുത്തത്? HR പ്ലാനിങ് അല്ലെ, എന്തൊക്കെയാണ് പ്ലാൻസിൽ വരുന്നത്? റിക്രൂട്ട്മെന്റ് പ്ലാൻസ്, അതുപോലെ തന്നെ ഡിപ്ലോയ്മെന്റ് പ്ലാൻസ്, റിഡൻഡൻസി പ്ലാൻ, ട്രെയിനിങ് പ്ലാൻ, പ്രൊഡക്ടിവിറ്റി പ്ലാൻ. നെക്സ്റ്റ് വരുന്നത് റിട്ടൻഷൻ പ്ലാൻ, കൺട്രോൾ പോയിന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. പിന്നെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അല്ലെ, ആ പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രോബ്ലംസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നുള്ളത് കേട്ടോ. ഓരോന്നും കൃത്യമായിട്ട് വായിച്ചു നോക്കാം. എന്തൊക്കെയായിരുന്നു? ഇൻ ആക്യുറസി, അൺസർട്ടനിറ്റി, ഇൻ എഫിഷ്യന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ടൈം ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇത് കുറച്ച് പോയിന്റ് ഉള്ളൂ. അത് കൃത്യമായിട്ട് ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം. ഓക്കെ, ഇന്നെടുത്തത് വരെ, ഇത്രയും എടുത്തത് വരെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്സിൽ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കൃത്യമായിട്ട് വായിച്ച് ഇന്നെടുത്ത പോർഷൻ ഇന്ന് തന്നെ വായിച്ചിട്ട് പോവാ കേട്ടോ. മാർക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ എല്ലാവരും? ഓക്കെ, താങ്ക് യു.